ആദ്യമേ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാടൻ മീൻകറിയാണ്. നല്ല നെയ്മീൻ വെച്ചിട്ട് ഓഷ്യൻ കറി പൗഡർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കുട്ടനാടൻ മീൻകറി ഉണ്ടാക്കാമെന്നുള്ളതാണ് നിങ്ങളെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ചട്ടി വെച്ച് അടുപ്പ് കത്തിക്കുന്നു. അടുപ്പ് കത്തിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചു. അതിനുശേഷം നമ്മളൊരു കുറച്ച് കരിവേപ്പില ഇടുന്നു. കുറച്ച് കരിവേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കരിവേപ്പില ഇടുന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് ഓഷ്യൻ കറി പൗഡർ നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കണം. 2 പാക്കറ്റുകളിലായിട്ടാണ് അതിൻ്റെ കറി പൗഡർ വരുന്നത്. അതിൽ 2 പാക്കറ്റുകളുണ്ട്. അതിനുശേഷം 2 നമുക്ക് പൊട്ടിച്ച് കാണാം. കവർ കട്ട് ചെയ്യുന്നു. ഇത് മുഴുവനും നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. നമ്മുടെ ഒരു കിലോനൊക്കെ ഉപയോഗിക്കുന്ന കറി പൗഡറാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 1.5 കിലോ വെക്കുമ്പം ആ കറി പൗഡർ ഉപയോഗിക്കാം. നമ്മൾ വെറും 1/2 കിലോ മാത്രമേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്നത് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ കറിക്കൂട്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യമേ അതിനകത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് തീ കുറക്കുന്നു. അതിന് ഇടുന്നു. ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളി പകുതിയോളം ഇട്ടാൽ മതിയാകും. ബാക്കി അവിടെ നമ്മൾ അടുത്ത കറിക്ക് വേണ്ടി വെക്കുക. കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ പൊടി മതി അത്രയും വേണ്ട ആവശ്യമുള്ളൂ. ഇനിയും നമുക്ക് 2-3 കൂട്ടം ഉണ്ടാക്കാനുള്ള പൗഡർ എത്രയോ ലാഭമാണ്. നമ്മൾ പുളി നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൗഡർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചു. തീ നമ്മൾ കൂട്ടി വെക്കാം. നന്നായി തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി നന്നായി തിളക്കാൻ തുടങ്ങി. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മുടെ നെയ്മീൻ അതിൽ ഓരോന്നോരോന്നായി പെറുക്കിയെടുത്ത് വെക്കാം. അടിപൊളി നെയ്മീനാണ്. സ്പീഡൊക്കെ കുറച്ചിട്ട് നമ്മൾ നെയ്മീൻ ഓരോന്നായിട്ട് അതിൽ ഇറക്കിയെടുത്ത് വെക്കുക. നമുക്ക് നല്ല വണ്ണം ലൂസായിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളമെല്ലാം കൂടുതൽ ചേർക്കാം. നമ്മളൊരു കട്ടിയിലുള്ള ഒരു കറിയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വെള്ളം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. മീനെല്ലാം നല്ലോണം ഇച്ചിരി കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചൂട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മതിയാകും. നന്നായിട്ട് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. കരിവേപ്പില നമ്മുടെ വീട്ടിൽ കരിവേപ്പില ഉള്ളത് കൊണ്ട് ആവശ്യത്തിലേറെ കരിവേപ്പില ഇടും. കരിവേപ്പില നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു സംഭവമാണ്. അതെല്ലാവർക്കും അറിയാം. കരിവേപ്പിലയുടെ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞാൽ തീരില്ല. അപ്പം നമ്മുടെ കുട്ടനാടൻ മീൻകറി ഇവിടെ റെഡിയായി എന്ന് പറയാം. തിളച്ച് വരുന്നുണ്ട് കുട്ടനാടൻ മീൻകറി. അടിപൊളി മീൻകറി. കുട്ടനാടൻ മീൻകറി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു തണ്ട് കൂടെ കരിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ നമ്മളതിൻ്റെ മുകളിലേക്ക് തൂകിക്കൊടുക്കാം. അടിപൊളി പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റും പുളിയും ആ കറി പൗഡറും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ വീണ്ടും അടച്ച് വെച്ച് മെല്ലെ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം.
നമുക്കത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏത് വിഭവമാണ് ഇഷ്ടം നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയും ഈ കുട്ടനാടൻ മീൻകറി വെച്ച് കഴിക്കാം. നല്ല ആവി പറക്കുന്ന നല്ല കുട്ടനാടൻ മീൻകറി എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ആ കറി പൗഡർ ഉപയോഗിച്ചാലല്ലേ പറ്റൂ. ഇന്ന് തന്നെ ഈ ഓർഡർ ചെയ്യുക. കറി പൗഡറിൻ്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരോടും അത് ഷെയർ ചെയ്യുക. കുട്ടനാടൻ മീൻകറി. ഓക്കെ.